അറിവിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, അങ്ങൻ്റെ പഠനത്തിലും പാഠ്യവിഷയങ്ങളിലും വന്നു നിറയണമേ. യേശുവേ, എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും കഴിവുകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വിരൽത്തുമ്പുകൊണ്ട് പരീക്ഷകൾ എഴുതുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ അലസതയും അസ്വസ്ഥതയും നീക്കി ആത്മവിശ്വാസവും പ്രത്യാശയും നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ. വിജയത്തിൻ്റെ നിമിഷങ്ങളിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ എന്നിൽ ചൊരിയണമേ. എൻ്റെ ഈ പ്രാർത്ഥന ഈ സമയം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് പരിശുദ്ധ അമ്മ വഴി നിത്യപിതാവിന് സമർപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ സങ്കീർത്തനം. കർത്താവാണ് എൻ്റെ അധ്യാപകൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. എല്ലാ വിഷയങ്ങളും അവിടുന്ന് എന്നെ പഠിപ്പിക്കുന്നു. അറിവിൻ്റെ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. എൻ്റെ എല്ലാ സംശയങ്ങൾക്കും അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. തൻ്റെ വിജ്ഞാനത്താൽ നിറച്ച് അറിവിൻ്റെ വഴിയിലൂടെ എന്നെ നയിക്കുന്നു. പ്രയാസമേറിയ പരീക്ഷകളെയാണ് ഞാൻ നേരിടേണ്ടതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഒരു ചോദ്യത്തെയും ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ വചനങ്ങളും വാഗ്ദാനങ്ങളും എനിക്ക് ഉറപ്പേകുന്നു. ഏറ്റവും വിഷമമുള്ള വിഷയം പോലും അവിടുന്ന് എനിക്ക് എളുപ്പമാക്കി തീർക്കുന്നു. എൻ്റെ ശിരസ് ബുദ്ധി കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ശരിയായ ഉത്തരങ്ങളാൽ എൻ്റെ കടലാസ് നിറഞ്ഞു കവിയുന്നു. പഠിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ വിദ്യാഭ്യാസ വേളയിൽ അവിടുന്ന് എനിക്ക് നൽകും. ഞാൻ എപ്പോഴും എൻ്റെ അധ്യാപകനായ ഈശോയുടെ വിശ്വസ്തനായ വിദ്യാർത്ഥിയായിരിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.